അണ്ണാ, നമ്മുടെ പയ്യന്റെ കാര്യത്തിനെ ആ കമ്മീഷണർ ഒന്ന് വിളിച്ച് പറയണേ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി അവനെ പൊക്കിയ അച്ഛനെ മോനെ ഞാൻ ഇടിക്കും. അണ്ണൻ തന്നെ പറ. എടാ, എനിക്ക് വാ കൊണ്ട് പറയാൻ അറിയില്ല. കൈ കൊണ്ട് പറയാന്ന് വെച്ചാ അതിനുള്ള ആരോഗ്യം അവനില്ല. ഇവളെന്താടാ കാറില്? വല്ല കോളും കൊണ്ടുള്ള വരവായിരിക്കും. നടക്ക്. രംഗണ്ണ, ഇവരൊരു ആവശ്യം പറഞ്ഞു വന്നിരിക്കുക. അണ്ണനൊന്ന് സഹായിക്കണം. ഗുലാനാണല്ലോ ചന്ദ്ര. അപ്പ ഇത്തിരി വെള്ളം കുടിക്കും. ഒരു വണ്ടിയില് കുറച്ച് സ്പിരിറ്റ് വെക്കണം. ഒരു സ്ത്രീയാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഒരു സുസ്മിത. പറഞ്ഞ രംഗണ്ണൻ അറിയാന്ന് പറഞ്ഞു. വള്ളിയാണല്ലോ അണ്ണാ. എങ്കി ഇവളെ എവിടെ നിന്ന് ചുമന്നുകൊണ്ട് പോയിട്ട് വരുവാ. ഇത് സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടാണോ പൊന്നുമോള് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? തിരിച്ചു ചെല്ലണമെന്ന് ഒട്ടും ആഗ്രഹമില്ലേ? വന്നു പോയില്ലേ, ഇനി തിരിച്ചു ചെല്ലാതിരിക്കുന്ന എങ്ങനെയാ? അപ്പൊ ഉറപ്പിച്ചു ഞങ്ങളെ മേഡം കൊണ്ടുപോകാൻ തന്നെ വന്നതല്ലേ? കൊണ്ടുപോകാതെ തരവില്ലല്ലോ രംഗ. ഇച്ചിരി പാടുപെടേണ്ടി വരും. അത് കുഴപ്പമില്ലണ്ണ, ഞങ്ങളെ തോളെ കയറ്റിങ് എടുത്തോളാം. വാടാ. കടയായതുകൊണ്ടേ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഇത്രേ ഉള്ളൂ സാറേ. അതെ, ചുറ്റുപാടുകളെക്കാൾ കൊടുക്കുന്ന ആഹാരത്തിലല്ലേ കാര്യം. അത് ശുദ്ധവും വൃത്തിയുള്ളതുമാണെങ്കിൽ ഭക്ഷണം എവിടെ ഇരുന്ന് കഴിച്ചാൽ എന്താ? കഴിക്കുന്നവന് സന്തോഷം കിട്ടണം. ആരോഗ്യകരവും ഫ്രഷ് ആയിട്ടുള്ളതും ന്യായയുക്തവും സാധാരണക്കാരന് താങ്ങാനാവുന്ന വിലയുള്ളതുമാണെങ്കിൽ കഴിക്കുന്നവന് സന്തോഷമേ താനേ വന്നോളും. അങ്ങനെയാണെങ്കിൽ ശാരദാമ്മയുടെ ഈ കടയിൽ വരുന്നവരെല്ലാം സന്തോഷം കിട്ടിയിട്ട് പോകുന്നവരാ സാറേ. അത് ഇവിടെ വരുന്നവരോട് ചോദിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. ചായ സാറ് ഇതൊന്ന് കുടിച്ചു നോക്കിയിട്ട് നമ്മൾ വന്ന കാര്യം പറഞ്ഞാ മതി. ഈ ചായയിലുണ്ട് സാറേ ശാരദാമ്മയുടെ കൈപുണ്യം. ഞാൻ ശുദ്ധഭക്ഷണത്തിന് ഒരുപാട് പരിഗണന നൽകുന്ന ഒരാളാ. അത് കൃത്യമായി ഉണ്ടാക്കുന്നവർക്ക് പരിഗണനയും അതോടൊപ്പം ബഹുമാനവും നൽകും. ശാരദാമ്മയെക്കുറിച്ച് കുറുപ്പ് സാർ പറഞ്ഞ് കുറച്ചധികം ഞാൻ കേട്ടു. ഇപ്പോ കണ്ടു ബോധ്യപ്പെടുകയും ചെയ്തു. ശാരദാമ്മേ, ഇനി വന്ന കാര്യം പറയാം. തൃപ്തി മസാല എന്ന പേരിൽ സാർ ഒരു മസാല കൂട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അതിന്റെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായി ഒരു ഫുഡ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. മക്കളുമായിട്ട് ശാരദാമ്മ അതിൽ പങ്കെടുക്കണം. അയ്യോ കുറുപ്പ് സാറേ, ഞാനില്ല. ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മത്സരമായിട്ട് കാണാനൊന്നും എനിക്ക് പറ്റില്ല. അതൊരു ജോലിയായിട്ട് പോലും ഞാൻ കണക്കാക്കിയിട്ടില്ല. എന്റെ സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കർത്തവ്യം, അങ്ങനെ കാണാനേ എനിക്ക് പറ്റൂ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. എനിക്കറിയാം ശാരദാമ്മ ഇതേ പറയൂന്ന്. അത് ഞാൻ സാബു സാറിനോട് പറയുകയും ചെയ്തല്ലോ. ഇപ്രാവശ്യത്തെ പ്രൈസ് മണിയും കൂട്ടിയിട്ടുണ്ട്. മത്സര വിജയിക്ക് കമ്പനി കൊടുക്കുന്നതേ 10 ലക്ഷമാ.
10 ലക്ഷം രൂപ. അതെ, ചെറിയൊരു തുകയല്ല. തുകയുടെ കാര്യത്തിലല്ല സാറേ, അതിപ്പോ 1 രൂപയുടെ പ്രൈസ് മണി ആണെങ്കിലും നമുക്ക് അതിനോട് മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിലല്ലേ അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. എനിക്ക് പാചകം വെറും ഒരു നേരം പോക്കല്ല സാർ, അതെന്റെ ജീവിതമാ. അങ്ങനെ ഒന്നും പറഞ്ഞാൽ പറ്റില്ല. കുറുപ്പ് സാർ എനിക്ക് ഗുരുതുല്യനായ ഒരാളാ. അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി ശാരദാമ്മ ഈ മത്സരത്തിൽ പങ്കെടുക്കണം. പങ്കെടുത്തേ ഒക്കൂ. അതെ ശാരദാമ്മേ, ശാരദാമ്മയോട് സാബു സാർ ഈ ആവശ്യപ്പെടുന്നത് വലിയൊരു കല്യാണ സദ്യക്ക് ഭക്ഷണം ഒരുക്കാനൊന്നുമല്ല. പാചകത്തിലെ ശാരദാമ്മയുടെ ഈ കൈപുണ്യം ഈ നാട്ടുകാരെ മാത്രം അറിഞ്ഞാൽ പോരാ, അത് മറ്റുള്ളവരിലേക്കും ചെന്നെത്തണം. എത്ര കാലം അവനിങ്ങനെ മാളത്തിൽ ഒളിച്ചിരിക്കാൻ പറ്റൂടോ? ഏത് മാളത്തിലായാലും ഒരിക്കലും അതിനകത്ത് വെള്ളം കയറില്ലേ? ഇതൊന്നും വേണ്ട. ഈ മരണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായി പരീക്ഷത്ത് രാജാവ് കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങളൊക്കെ താൻ ഓർക്കുന്നില്ലേ? എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിച്ചു. ഒടുവിലെ ഒരു പുഴുവിന്റെ രൂപത്തിലെ തക്ഷകൻ വന്ന് നൈസായിട്ട് പണി കൊടുത്തിട്ട് പോയില്ലടോ. ഇവിടെ തക്ഷകൻ എന്ന സർപ്പം ഞാനാണോ ഉപദ്ര? പരീക്ഷത്ത് രാജാവ് വിഷ്ണു. അവനെ എവിടെ പോയി വിളിച്ചാലും അവനെ പിന്തുടർന്ന് ഞാൻ തീർക്കും. അതെനിക്ക് കിട്ടിയൊരു വരവാടോ, അറിഞ്ഞു തന്ന വരം. അവനെ ലോക്കപ്പിലിട്ട് ചതയ്ക്കാനുള്ള അവസരമാ ഓരോ ദിവസം കഴിയും തോറും ചന്ദ്രബോസെ തനിക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് കയ്യും കെട്ടിയെന്ന് കുറെ വാങ്ങിച്ചിട്ടില്ലേ? അതൊക്കെ തിരിച്ചു കൊടുക്കണമെന്ന് തനിക്ക് ഒരിക്കലെങ്കിലും തോന്നുന്നില്ലേ? ഇനി ഇങ്ങനൊരു അവസരം തനിക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഏത് ഗുഹയിൽ നിന്നാണെങ്കിലും അവനെ പുകച്ച് പുറത്തു ചാടിക്കണം. എടോ,